സങ്കീർത്തനങ്ങൾ അധ്യായം 35. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവേ, എൻ്റെ വ്യവഹാരം നടത്തി എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. ആയുധവും പരിചയം പിടിച്ച് എൻ്റെ സഹായത്തിനായി നിൽക്കണമേ. നീ വാൾകൂരി എന്നെ പിന്തുടരുന്നവരുടെ നേരെ മിന്നിച്ച്, ഞാൻ നിന്റെ രക്ഷകനാകുന്നുവെന്ന് എൻ്റെ ആത്മാവിനോട് അരുളി ചെയ്യണമേ. എൻ്റെ ജീവനെ അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് നാണിക്കും. എനിക്ക് വിരോധമായി തിന്മ വിചാരിച്ചവർ പിന്തിരിഞ്ഞ് നാണിക്കും. അവർ കാറ്റിൻ മുമ്പിലെ പൊടി പോലെ ആയിത്തീരും. കർത്താവിൻ്റെ മാലാഖ അവരെ പിന്തുടരും. അവരുടെ വഴി അന്ധകാരമാകും, അതിൽ വഴുവഴുപ്പും ഉണ്ടാകും. ദൈവത്തിൻ്റെ മാലാഖ അവരെ ഓടിക്കും. എന്തെന്നാൽ അവർ എനിക്കായി കെണികൾ മറച്ചു വെച്ചു, എൻ്റെ ആത്മാവിന് വലയും വിരിച്ചു. ദോഷം പെട്ടെന്ന് അവരുടെ മേൽ വരും. അവർ വിരിച്ച വല അവരെ പിടിക്കും. അവർ കുഴിച്ച കുഴിയിൽ അവർ വീഴും. എന്നാൽ എൻ്റെ ആത്മാവ് ദൈവത്തിൽ സന്തുഷ്ടനായി തൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. കർത്താവേ, നിന്നെ പോലെ ആരുള്ളൂ എന്ന് എൻ്റെ അസ്ഥികളെല്ലാം പറയും. എന്തെന്നാൽ നീ അനാഥനെ അവൻ്റെ ശത്രുവിൽ നിന്നും ദരിദ്രനെയും അനാഥനെയും ബലാത്കാരമായി ആക്രമിക്കുന്നവനിൽ നിന്നും രക്ഷിക്കും. കള്ളസാക്ഷികൾ എനിക്ക് വിരോധമായി എഴുന്നേറ്റു. ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിച്ചു. അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എൻ്റെ പ്രാണനെ നശിപ്പിച്ചു. നന്മയ്ക്ക് തിന്മ എന്നോട് പകരം ചെയ്തു. എന്നാൽ ഞാനോ അവരുടെ ക്ഷീണകാലത്ത് രട്ടുവസ്ത്രം ധരിച്ചു. ഉപവാസം കൊണ്ട് എൻ്റെ പ്രാണനെ തപിപ്പിച്ചു. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിലേക്ക് തിരിയുകയും ചെയ്തു. സ്നേഹിതനെ പോലെയും സഹോദരനെ പോലെയും ഞാൻ പ്രവർത്തിച്ചു. പ്രലപിക്കുന്നവനെ പോലെ ഞാൻ അതിദുഃഖിതനായി. എൻ്റെ കഷ്ടതയിൽ അവർ ഒന്നിച്ചുകൂടി സന്തോഷിച്ചു. അവർ എന്നെക്കുറിച്ച് ദീർഘമായി സംഘം കൂടി, ഞാനോ അറിഞ്ഞില്ല. അവർ നിഗളത്തോടും പരിഹാസത്തോടും കൂടി എൻ്റെ മേൽ പല്ലുകടിച്ചു. എൻ്റെ കർത്താവേ, നീ മുൻകൂട്ടി കണ്ടുവല്ലോ. അവരുടെ കലഹത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെയും സിംഹങ്ങളിൽ നിന്ന് എൻ്റെ പ്രാണനെയും വിടുവിക്കണമേ. ഞാൻ മഹാസഭയിൽ നിന്നെ സ്തോത്രം ചെയ്ത് പരജാതികളുടെ ഇടയിൽ നിനക്ക് കീർത്തനം പാടും. കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നവരായി കാരണമില്ലാതെ എന്നെ ദോഷിക്കുന്ന ദുഷ്ടരായ എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കരുത്. അവർ സമാധാനം സംസാരിക്കുന്നില്ല. ഭൂമിയിലെ എളിയവൻ വിരോധമായി വഞ്ചന വിചാരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി വായ് തുറന്ന്, ഏഹേ ഏഹേ, ഞങ്ങളുടെ കണ്ണുകൾ അവനെ കണ്ടു എന്ന് പറഞ്ഞു. ദൈവമേ, നീ കണ്ടുവല്ലോ. നീ മൗനമായിരിക്കരുതേ. എൻ്റെ കർത്താവേ, നീ എന്നെ വിട്ട് അകലുകയും അരുതേ. എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ, എൻ്റെ വ്യവഹാരത്തിനായി നീ ഉണർന്ന് എന്നോട് ചെയ്ത അക്രമത്തെ നോക്കണമേ. കർത്താവേ, അവർ എനിക്കെതിരായി സന്തോഷിക്കാതിരിപ്പാൻ നിന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് വേണ്ടി ന്യായം നടത്തണമേ. ഞങ്ങൾ സന്തുഷ്ടരായി അവനെ മുക്കിക്കളഞ്ഞു എന്ന് അവരുടെ ഹൃദയത്തിൽ അവർ പറയരുതേ. എന്നോട് ദോഷം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് നാണിച്ച് ലജ്ജിക്കും. എനിക്ക് വിരോധമായി പ്രതാപം നടിക്കുന്നവർ അവമാനം ധരിക്കും. എൻ്റെ ജയത്തിന് ആഗ്രഹിക്കുന്നവർ സന്തോഷിക്കും. തൻ്റെ ദാസൻ്റെ സമാധാനത്തിൽ നിന്ന് തിരുമനസ്സായ കർത്താവ് വലിയവനാകുന്നുവെന്ന് അവർ സദാ നേരവും പറയും. എൻ്റെ നാവ് നിന്റെ നീതിയെയും
ദിവസം മുഴുവനും നിന്റെ സ്തുതികളെയും വർണ്ണിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ